വാർത്തയിലേക്ക്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയ്ക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നു. 2 പേർ കൂടി കൊല്ലപ്പെട്ടു. നിരവധി പേർക്കാണ് പരിക്കേറ്റത്. അടിയന്തര സഹായങ്ങൾ ഇസ്രായേൽ തടഞ്ഞതോടെ പട്ടിണിക്കൊപ്പം ഗസയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായി. ഗസയിൽ വിദേശ സൈനിക വിന്യാസത്തിന് UN അംഗീകാരം അനിവാര്യമെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് കൈമാറി. 6 പേരുടെ മൃതദേഹത്തിനായി തെരച്ചിൽ തുടരുകയാണ്. മുഴുവൻ ബന്ദികളുടെയും മൃതദേഹം ലഭിക്കാതെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു. MCA നാസർ ചേരുന്നുണ്ട്. MCA, ഇനി 5 മൃതദേഹങ്ങൾ കൂടിയാണ് ലഭിക്കേണ്ടത്. അത് കിട്ടാനുള്ള കാലതാമസം, അതിന്റെ ബുദ്ധിമുട്ട് നേരത്തെ ഹമാസ് ഇതെല്ലാം അറിയിച്ചതാണ്. അപ്പോഴും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. അത് കിട്ടുന്നതോടെയെങ്കിലും ഇത് നിർത്തും. ആളുകൾ കൊല്ലപ്പെടുന്നത്, പട്ടിണി, കുടിവെള്ളം പോലും ഇല്ലാത്ത സാഹചര്യം, ഇതെല്ലാം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കണോ ഇപ്പോൾ? തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു നിലപാടാണ്. കാരണം തങ്ങൾക്ക് 5 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇനി ലഭ്യമാകേണ്ടതുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി തുടർ ചർച്ചകൾക്ക് തങ്ങളുള്ളൂ എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. പക്ഷേ നമുക്കറിയാൻ സാധിക്കും, നിരന്തരമായിട്ട് ഈ വെടിനിർത്തൽ ലംഘനം നടത്തുന്ന ഒരു രാജ്യത്തിന്റെ ഇത്തരം വാക്കുകൾ വിശ്വാസത്തിലെടുക്കാൻ എത്ര കണ്ട് സാധിക്കുമെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഉദ്യോഗസ്ഥർ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ പ്രതിനിധി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പോലും വ്യക്തമാക്കുന്നത് ഹമാസിന്റെ നിരായുധീകരണം എന്നൊരു വലിയ അജണ്ട നടപ്പാക്കാനുണ്ട്. അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടേണ്ടതുണ്ട് എന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദേശ സൈന്യത്തിന്റെ ഗസയിലേക്കുള്ള വിന്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു വിന്യാസം നടക്കണമെങ്കിൽ അതിന് UN-ന്റെ അനുമതി ലഭ്യമാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. UN സെക്രട്ടറി ജനറൽ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, പൂർണ്ണമായിട്ടും UN-ന്റെ അനുമതി ഈ സൈനിക വിന്യാസത്തിന് വേണം. അതിൽ പിന്നെ ലക്ഷ്യങ്ങൾ കൃത്യമായി തന്നെ നിർണ്ണയിക്കപ്പെടണം. ആ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും, ഗസയുടെ യുദ്ധാനന്തര ഭാവിയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഭാവിയിലുള്ള സുരക്ഷാ വെല്ലുവിളികളെ എങ്ങനെ നേരിടും എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ളൊരു ഫോർമുല ഉണ്ടെങ്കിൽ മാത്രമേ UN-ന്റെ അനുമതി നേടാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വിവിധ ലോകരാജ്യങ്ങളുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുന്ന UN സെക്രട്ടറി ജനറൽ ആന്റണി വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർ നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ് UN സെക്രട്ടറി ജനറൽ പങ്കുവെക്കുന്നത്. അതേസമയം ഇസ്രായേൽ തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ബന്ദികളുടെ മൃതദേഹം കൈമാറട്ടെ, തുടർന്ന് മാത്രം മറ്റു കാര്യങ്ങൾ നീക്കാമെന്ന്. അതോടൊപ്പം തന്നെയാണ് യെല്ലോ ലൈനിന് പുറകിലുള്ള ഒരു ഹമാസിന്റെ തുരങ്കം. ആ തുരങ്കത്തിൽ നിരവധി ഹമാസ് പോരാളികൾ ഉണ്ട് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. അവർക്ക് അവിടെ നിന്ന് പോകണമെങ്കിൽ ആയുധങ്ങൾ പൂർണ്ണമായിട്ടും അടിയറ വെക്കുകയാണെങ്കിൽ അവർക്ക് മാപ്പ് നൽകാമെന്ന് ഇസ്രായേൽ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നിരന്തരമായിട്ടുള്ള ഏറ്റുമുട്ടലും സംഘർഷവും ഇസ്രായേൽ ബോധപൂർവം തന്നെ ഗസയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ ഗസയിലും ഗസ സിറ്റിയിലുമാണ് ഇന്നും ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ധന്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണക്ഷാമം മാത്രമല്ല, കുടിവെള്ളത്തിനും വലിയ തോതിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മറികടക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ വേണമെന്നാണ് UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. ധന്യ. മാത്രമല്ല, ഹമാസിന്റെ ഒരു നിലപാട് ഇപ്പൊ തുർക്കിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വരുന്നുണ്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും എന്നാണെങ്കിൽ, നേരത്തെ നമുക്കറിയാം ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, നിരായുധരാക്കുക, ഗസയിലെ മറ്റ് പദ്ധതികൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഇനി മൃതദേഹം ലഭിക്കാതെ ഇല്ല എന്ന് പറയുമ്പോഴും അടുത്ത ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? മാത്രവുമല്ല, അവിടെ എങ്ങനെയാണ് സൈനിക വിന്യാസം എന്നൊക്കെയുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? ചർച്ചകൾ നടക്കുകയാണോ? പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യഘട്ടവുമായി ബന്ധപ്പെട്ട് ഫലസ്തീൻ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രായോഗികമായിട്ടുള്ള നടപടികൾ ഇത്ര ദിവസങ്ങൾ, കാരണം കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത്. ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഗസയിലേക്കുള്ള റഫ അതിർത്തി തുറന്നിട്ടില്ല. ഗസയിലേക്ക് നിത്യം 600 ട്രക്കുകളെങ്കിലും അയക്കുമെന്ന് കരാറിൽ വ്യക്തമാക്കിയിരുന്നു. അതുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഏറ്റവും മിനിമം ഈ താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതുണ്ടായിട്ടില്ല. മരുന്നുകൾ പരമാവധി എത്തിക്കുമെന്ന് പറഞ്ഞു. അത് നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ഏറ്റവും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ കരാറിൽ പറഞ്ഞിരിക്കുന്ന ഹമാസിന്റെ അല്ലെങ്കിൽ പലസ്തീൻ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ഒരു നീക്കവും നടത്താത്തൊരു സാഹചര്യത്തിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ എന്നത് എത്ര കണ്ട് പ്രായോഗികമാവുമെന്ന ചോദ്യമാണ് ഹമാസും അതോടൊപ്പം തന്നെ മറ്റ് ഫലസ്തീൻ സംഘടനകളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചാൽ ഉടൻ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങും എന്ന് പറയുമ്പോൾ റഫ അതിർത്തി തുറക്കുമെന്ന് സംബന്ധിച്ചോ
അതോടൊപ്പം തന്നെ ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വെടിനിർത്തൽ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാബല്യത്തിൽ വരുമെന്നോ ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അമേരിക്കയുടെ സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ജെറഡ് കുഷ്ണർ ഉൾപ്പെടെയുള്ളവർ വീണ്ടും ഇസ്രായേലിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് യുദ്ധാനന്തര ഗസയുടെ ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ടാണ്. ഹമാസ് പൂർണ്ണമായിട്ടും അധികാരം വിടാൻ ഒരുക്കമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ബദൽ വരുന്നത് ഫലസ്തീൻ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഫലസ്തീനികളുടേതായിട്ടുള്ള ഒരു ബദൽ സർക്കാർ ആയിരിക്കണം എന്ന കാര്യത്തിൽ അവർക്ക് നിഷ്കർഷയുണ്ട്. പക്ഷേ ഫതഹിനെ പോലും അല്ലെങ്കിൽ ഫലസ്തീൻ അതോറിറ്റിയെ പോലും ഈ ചുമതല ഏൽപ്പിക്കുകയില്ല എന്ന ഒരു നിഷേധ നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചു വരുന്നത്. അതും തുടർ ചർച്ചകൾക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല MC, നമുക്കറിയാം അവിടെ എത്രത്തോളം കടുത്ത അവസ്ഥയായിരുന്നു, എങ്ങനെയാണ് പട്ടിണി മരണം. ഏതാണ്ട് 500ഓളം മനുഷ്യർക്ക് പട്ടിണി കാരണം ഈ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലാണ് അത്രയധികം പ്രതിഷേധം ആ സമയത്ത് ലോകരാജ്യങ്ങളിൽ ഉണ്ടായത്. അപ്പം അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകൾ കൂടുതൽ ഏകോപനം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുകയാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? റഫ അതിർത്തി അത് വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ആ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം, അത് മൃതദേഹങ്ങൾ കൈമാറിയാൽ എന്നത് മാത്രമല്ല അത് വലിയ അപകടമുണ്ടാക്കുന്ന സാഹചര്യത്തിലായതുകൊണ്ട് അതിനു മുമ്പ് ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ ഇപ്പോൾ? നിത്യവും 600 ട്രക്കുകൾ അയക്കേണ്ടതിന് പകരം ഇപ്പോൾ ഇന്നിപ്പോൾ അയച്ചിരിക്കുന്നത് 124 ട്രക്കുകളാണ്. അപ്പോൾ 100-125 ട്രക്കുകൾക്ക് അധികം പിന്നെ അനുമതി പോലും നൽകുന്നില്ല. അപ്പോൾ 600 ട്രക്കുകൾ വരേണ്ടത്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ ട്രക്കുകൾ എത്താത്തത് വലിയ ബുദ്ധിമുട്ട് ഗസയിൽ ഉണ്ടാക്കുന്നു. അവശ്യ വസ്തുക്കൾ അവർക്ക് ലഭ്യമാകുന്നില്ല. അവരെ സംബന്ധിച്ച് കുടിവെള്ളം പോലും ഇല്ലാത്ത സാഹചര്യം നിലവിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആക്രമണം നടത്തുന്നുണ്ട്. മൃതദേഹങ്ങൾ ഹമാസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ശ്രമകരമാണ്. അത് തിരയുന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണം ഇപ്പോഴും ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്. കടൽ മാർഗം ബഹ്റൈനിൽ നിന്ന് ഖത്തറിലേക്കുള്ള യാത്രാ സർവീസിന് ഇന്ന് ഔദ്യോഗികമായി തുടക്കമായി. ബഹ്റൈനിൽ നിന്നുള്ള ആദ്യ ഫെറി സർവീസ് ഖത്തറിലേക്ക് യാത്ര ആരംഭിച്ചു. പ്രതിദിനം 2 സർവീസാണ് ഉണ്ടാവുക. ബഹ്റൈനിലെ സദാ മറീനെയും ഖത്തറിലെ അൽ റുവൈസ് തുറമുഖത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ജന്യ, ഗൾഫ് രാജ്യങ്ങളുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ അധ്യായത്തിനാണ് ബഹ്റൈനിൽ നിന്ന് തുടക്കമായിരിക്കുന്നത്. ബഹ്റൈനെയും ഖത്തറിനെയും കടൽമാർഗം ബന്ധിപ്പിക്കുന്ന ഫെറി സർവീസിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ ബഹ്റൈൻ സമയം 9 മണിയോടെ ബഹ്റൈനിലെ സാദാ മരീനയിൽ നിന്ന് ആരംഭിച്ച ഫെറി സർവീസ് രാവിലെ 10 മണിയോടുകൂടി ഖത്തറിലെത്തിയിരിക്കുകയാണ്. ബഹ്റൈനെയും ഖത്തറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ കടൽമാർഗം ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ യാത്രാ സർവീസാണിത്. സാധാരണഗതിയിൽ ബഹ്റൈനിൽ നിന്ന് ഖത്തറിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ അത് കരമാർഗം സൗദി വഴി ആയിരിക്കും. സൗദി കണക്ട് ചെയ്ത് അവിടുന്ന് ഖത്തറിലേക്ക് എത്തുന്ന തരത്തിലായിരിക്കും നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അതിന് ഏകദേശം 5 മണിക്കൂറിലധികം സമയമെടുക്കും. എന്നാൽ ഇവിടെ സമുദ്രപാതയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റുമാണ് നമുക്ക് ആകെ സമയം വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു മാറ്റത്തിന് കൂടിയാണ് തുടക്കമിടുന്നത്. എന്തുതന്നെയായാലും ഫെറി സർവീസിലേക്ക് വരികയാണെങ്കിൽ 30 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഫെറി സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു ദിവസം ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു ദിവസം 2 ഷെഡ്യൂളുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്കും അതേപോലെ തന്നെ രാത്രി 8 മണിക്കുമായിരിക്കും ബഹ്റൈനിൽ നിന്നും ഖത്തറിലേക്കും അവിടെ നിന്ന് തിരിച്ചും സർവീസ് ഉണ്ടാവുക. ഇത് സംബന്ധിച്ച ടിക്കറ്റ് നിരക്കും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണ ടിക്കറ്റ്, അതായത് എക്കണോമി ക്ലാസ്സിന് 26 ദിനാറും അപ്പർ ക്ലാസ് ടിക്കറ്റുകൾക്ക് 36 ദിനാറുമാണ് നിലവിൽ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഉദ്ഘാടന വേളയിൽ ബഹ്റൈൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഇക്കാര്യം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇത് ആദ്യഘട്ടം എന്ന നിലയിൽ ബഹ്റൈനും ഖത്തറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സർവീസ് ആയിരിക്കും. അതിനുശേഷം ഇത് GCCയിലാകെ വ്യാപിപ്പിക്കും. മറ്റ് GCC രാജ്യങ്ങളുമായും സമുദ്രപാതയിലൂടെ സഞ്ചാരം യാഥാർത്ഥ്യമാക്കും എന്ന തരത്തിലാണ് ഈ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ആദ്യഘട്ടത്തിൽ ഈ ആദ്യത്തെ ഒരു 2 ആഴ്ചയോളം GCC പൗരന്മാർക്കായിരിക്കും ഈ സർവീസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാനാവുക. പിന്നീട് അത് പ്രവാസികൾക്കുൾപ്പെടെ മറ്റ് ബഹ്റൈനിലെയും ഖത്തറിലെയും മറ്റ് വിദേശ വിസയുള്ള ആൾക്കാർക്കും സഞ്ചരിക്കാവുന്ന തരത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വിസ സംബന്ധിച്ചും മറ്റ് ഓണറൈവൽ വിസ സംബന്ധിച്ചുമൊക്കെ കൂടുതൽ വ്യക്തത വരുത്താനുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് ഔദ്യോഗികമായി ബഹ്റൈനിൽ നിന്ന് ഖത്തറിലേക്കുള്ള ഫെറി സർവീസിന് തുടക്കമായിട്ടുണ്ട്.
ശരി. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റിലെത്തിയത്. ഇന്ന് പുലർച്ചെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെ ഇന്ത്യൻ എംബസി, ലോ കേരള സഭ, മലയാള മിഷൻ പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ചു. വിവരങ്ങളുമായി സലീം കോട്ടയിൽ ചേരുന്നുണ്ട്. സലീം, എന്തൊക്കെയാണ് കുവൈറ്റിൽ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ? തന്നെ ഇന്ന് പുലർച്ചെയാണ് മുഖ്യമന്ത്രി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. ഇന്ത്യൻ എംബസി പ്രതിനിധികളും സംഘടനാ നേതാക്കളും ചേർന്ന് മുഖ്യമന്ത്രിയെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ബഹ്റൈൻ പാലസിൽ കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സബാഹുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റ് ധനകാര്യമന്ത്രിയും കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ ഡോക്ടർ സബീർ മുഖേഷിയും യോഗത്തിൽ സന്നിഹിതനായിരുന്നു. പ്രവാസി സംഘടനാ നേതാക്കളും പൗരപ്രമുഖരുമായും നിരവധി വ്യാപാരികളുമായും മുഖ്യമന്ത്രി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ നാളെ വൈകിട്ട് മൻസൂരിയിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുണ്ട്. പൊതുപരിപാടി മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. MA യൂസുഫ് അലിയും ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് IAS യോഗത്തിൽ പങ്കെടുക്കും. കുവൈറ്റ് കണ്ട ഏറ്റവും വലിയ പ്രവാസി പരിപാടിയെ മാറ്റുവാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. 5000-ലധികം മലയാളികൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത്. ധന്യ. ശരി, സലീം കോട്ടയിലാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുവൈറ്റ് സന്ദർശനം വഞ്ചനാ ദിനമായി ആചരിച്ച് UDF സംഘടനകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ സന്ദർശനം പ്രവാസികളിൽ സർക്കാരിന്റെ പ്രതിച്ഛായ പുനർനിർമ്മിക്കാൻ ഉദ്ദേശിച്ചുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് UDF സംഘടനകൾ ആരോപിച്ചു. കോവിഡ് ലോക്ഡൌൺ സമയത്ത് നാട്ടിലേക്ക് മടങ്ങിയ പ്രവാസികൾക്ക് 6 മാസത്തെ ശമ്പളം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം ഇതുവരെ പാലിച്ചില്ലെന്ന് അവർ വ്യക്തമാക്കി. മീഡിയ വൺ സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് അല്പസമയത്തിനകം റിയാദിൽ തുടക്കമാകും. ആദ്യ സെമി ഫൈനൽ ആവേശ പോരാട്ടത്തിൽ ലാന്റേൺ FC ബ്ലാക്ക് ആൻഡ് വൈറ്റ് FCയെ നേരിടും. രണ്ടാം സെമിയിലെ അംഗത്തിൽ യൂത്ത് ഇന്ത്യ FCക്ക് റോയൽ ഫോക്കസ് ലൈനാണ് എതിരാളികൾ. നാളെ രാത്രിയിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ സംഗീത കായിക പ്രകടനങ്ങളോടെയാകും തുടക്കം. മീഡിയ സൗദിയിലെ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്കാണ് റിയാദിൽ അല്പസമയത്തിനകം തുടക്കമാവുന്നത്. വലിയ ആവേശത്തോടെ അവിടെ കാണികൾ എത്തിച്ചേർന്നിരിക്കുന്നു. 2 സെമി ഫൈനലുകളും ഇന്ന് രാത്രി തന്നെയാണ് നടക്കുന്നത്. ആദ്യ സെമിയിൽ പോരാട്ടം നടത്തുന്നത് ലാറ്റേൺ FCയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് FCയുമാണ്. രണ്ടാം സെമിയിൽ പോരിനിറങ്ങുന്നത് യൂത്ത് ഇന്ത്യ FCയും റോയൽ ഫോക്കസ് ലൈനുമാണ്. നാളെ രാത്രിയിലാണ് ഫൈനൽ മത്സരങ്ങൾ. ഫൈനൽ മത്സരങ്ങൾക്ക് മുന്നോടിയായി വിവിധ സംഗീത കായിക പ്രകടനങ്ങൾ നടക്കുമെന്നാണ് അറിയുന്നത്. വലിയ ആഘോഷമാക്കുകയാണ് സൗദിയിലെ സൂപ്പർ കപ്പിന്റെ ഈ സീസൺ. വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, വലിയ ആഘോഷത്തിലേക്ക് 2 സെമി പോരാട്ടങ്ങളാണ് നടക്കാനുള്ളത്. കാണികൾ നിറഞ്ഞോ? ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ കളിക്കാർ തയ്യാറായോ? എന്തൊക്കെയാണ് റിയാദിൽ നിന്നുള്ള വിവരങ്ങൾ? ധന്യ, ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏതാണ്ട് 1:30 മണിയോട് കൂടിയാണ് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാവുക. നാളെ രാത്രിയിലാണ് ഫൈനൽ മത്സരങ്ങൾ. ഇന്ന് 4 ടീമുകൾ, റിയാദിലെ ഏറ്റവും കരുത്തരായ 4 ടീമുകളാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അതിൽ ആദ്യ മത്സരത്തിൽ ലാന്റേൺ FCയും യൂത്ത് ഇന്ത്യയും തൊട്ടു പിന്നാലെ ഫോക്കസ് ലൈനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് FCയും എല്ലാം തന്നെ ഇന്ന് കളത്തിലിറങ്ങുന്നുണ്ട്. ഈ തരത്തിൽ ഇന്ന് വലിയൊരു പോരാട്ടത്തിലേക്ക് റിയാദിലെ ദുർറത്തുൽ മലാബ് സ്റ്റേഡിയം മത്സരത്തിലേക്ക് നീങ്ങും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മത്സരത്തിന്റെ തുടർച്ചയായാണ് ഈ ദിവസവും മത്സരങ്ങൾ. നാളെയാണ് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. അതിലേക്ക് വിവിധ അതിഥികളും ഈ മത്സരത്തിലേക്ക് എത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഏതാണ്ട് ഇനി 2 മണിക്കൂർ കൂടി മത്സരത്തിലേക്കുണ്ട്. ഒരുപക്ഷെ റിയാദിൽ ആദ്യമായിട്ടാണ് ഒരു 11s പോരാട്ടം മീഡിയ വണ്ണിന് കീഴിൽ സംഘടിപ്പിക്കുന്നത്. സാധാരണ രീതിയിൽ 7s പോരാട്ടങ്ങളാണ് ഇവിടെ നടക്കാറുള്ളത്. അതിന്റെ ഒരു ആവേശത്തിലേക്ക് വരും മണിക്കൂറുകളിൽ ഗ്രൗണ്ട് നീങ്ങും. ഒപ്പം തന്നെ കാണികളും ആ ഒരു തരത്തിൽ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരും. ഏതായിരുന്നാലും ഇന്ന് രാത്രി നടക്കുന്ന മത്സരം ഏതാണ്ട് പുലർച്ചെ വരെ നീളും. തൊട്ടു പിന്നാലെ ആയിരിക്കും നാളെ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാവുക. ധന്യ.
ശരി അഫ്താബ്. ക്യൂ പാലിക്കാത്തവർക്കും എഞ്ചിൻ ഓഫാക്കാത്തവർക്കും ഇന്ധനം നൽകേണ്ടതില്ലെന്ന തീരുമാനവുമായി സൗദി അറേബ്യ. ഇതുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശം പെട്രോൾ പമ്പ് ഉടമകൾക്ക് നൽകി. ഗ്യാസ് സ്റ്റേഷനുകളിലും നിയമം ബാധകമാകും. സൗദിയിലെ പെട്രോൾ പമ്പ് ഗ്യാസ് സ്റ്റേഷൻ ഉടമകൾക്കാണ് പ്രത്യേക നിർദ്ദേശം. ക്യൂ പാലിക്കാത്തവർക്കും എഞ്ചിൻ ഓഫാക്കാത്തവർക്കും ഇന്ധനം നൽകേണ്ടതില്ലെന്നാണ് തീരുമാനം. ഇതിനായുള്ള സർക്കുലർ പുറത്തിറക്കി. ഊർജ്ജ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. നിയമം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. നിശ്ചിത ക്യൂ പാലിക്കാതെയോ ട്രാക്ക് തെറ്റിച്ച് വാഹനവുമായി വരുന്നവർക്കോ ഇന്ധനം നിഷേധിക്കാം. വാഹനത്തിന്റെ എഞ്ചിൻ ഓഫാക്കാത്തവർക്കും ഇന്ധനം നൽകേണ്ടതില്ല. സ്റ്റേഷനുകൾക്കുള്ളിൽ വാഹനങ്ങളുടെ ഗതാഗതം ക്രമീകരിക്കുന്നതിനും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഖത്തറിന്റെ പുരോഗതിയിൽ ഇന്ത്യക്കാർ വഹിക്കുന്ന പങ്ക് മഹത്തരമാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ദോഹയിൽ പ്രവാസി സമൂഹം സംഘടിപ്പിച്ച സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ അംബാസിഡർ വിപുൽ അടക്കമുള്ളവർ പരിപാടിയിലെത്തിയിരുന്നു. യുഎന്നിന്റെ ആഗോള സാമൂഹിക വികസന ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് കേന്ദ്ര തൊഴിൽ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഖത്തറിലെത്തിയത്. ഉച്ചകോടിയിൽ പങ്കെടുക്കവെ ഖത്തർ മന്ത്രിയുമായി സംസാരിച്ച കാര്യങ്ങളാണ് അദ്ദേഹം സ്വീകരണത്തിൽ പങ്കുവച്ചത്. ഇന്ത്യക്കാർ തദ്ദേശീയ സമൂഹവുമായി ഏറെ ഇണങ്ങിക്കഴിഞ്ഞെന്നാണ് ഖത്തർ മന്ത്രി തന്നോട് പറഞ്ഞത്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഏറെ ശക്തിപ്പെട്ടെന്നും മാണ്ഡവ്യ കൂട്ടിച്ചേർത്തു. इंडियन कम्युनिटी यहाँ हमारे साथ मिलजुल गई है. उन्होंने इंडियन कम्युनिटी की ओर से इंडियन कम्युनिटी के प्रति सेटिस्फेक्शन बताया. दोस्तों, आप सब लोगों ने कतार में इंडिया की इतनी छवि बनाई है. जब कतार के प्रेसिडेंट आमिर जब इंडिया आए थे तो उन्होंने $10 बिलियन इंडिया में इन्वेस्ट करने के लिए उत्साह से मोदी जी के साथ अपना कमिटमेंट को दोहराया. വക്ര DPS ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു സ്വീകരണ പരിപാടി. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതിയ കലാപരിപാടികൾ അരങ്ങേറി. എംബസി ഉദ്യോഗസ്ഥരും എംബസി അപ്പെക്സ് ബോഡി ഭാരവാഹികളും പങ്കെടുത്തു. മീഡിയ 1, ദോഹ. ഒമാനിൽ അടുത്ത 3 മാസം മുൻ വർഷങ്ങളെ പോലെ തണുപ്പ് അനുഭവപ്പെടില്ലെന്ന് മുന്നറിയിപ്പ്. നവംബർ മുതൽ 2026 ജനുവരി വരെ താപനില ശരാശരിയേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുന്നത്. CAA പുറത്തിറക്കിയ കാലാവസ്ഥാ ബുള്ളറ്റിന് പ്രകാരം നവംബറിൽ ഒമാന്റെ മിക്ക ഭാഗങ്ങളിലും മഴ കുറവായിരിക്കും. കാലാവസ്ഥ താരതമ്യേന വരണ്ടതായിരിക്കുമെന്നും CAA പറയുന്നു. സൗദിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ നിലയിൽ എത്തി നിൽക്കുകയാണെന്ന് US-ലെ സൗദി അംബാസിഡർ പ്രിൻസസ് റീമ ബിൻ ബന്ദർ. ഫ്ലോറിഡയിൽ നടന്ന US സൗദി ബിസിനസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ലോകമെമ്പാടുമുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ സൗദി വഹിക്കുന്ന പങ്ക് അമേരിക്ക സ്വാഗതം ചെയ്യുക മാത്രമല്ല, അത് അത്യാവശ്യമായി കണക്കാക്കുകയും ചെയ്യുന്നു. റഷ്യ-യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൌസിന് സൗദി നൽകിയ പിന്തുണയെക്കുറിച്ചും ജിദ്ദയിൽ ഇരുപക്ഷത്തെയും പ്രതിനിധികളെ ചർച്ചയ്ക്കായി ആതിഥേയത്വം വഹിച്ചതിനെക്കുറിച്ചും അവർ എടുത്തു പറഞ്ഞു. UAE ഇതുവരെ ലോകത്തിന് നൽകിയത് 370 ബില്യൺ ദിർഹത്തിലധികം മൂല്യമുള്ള സഹായങ്ങളെന്ന് അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം അൽ ഹാഷിമി. അബുദാബിയിൽ നടന്ന UAE ഗവൺമെന്റ് വാർഷിക യോഗങ്ങളുടെ 7ാം പതിപ്പിനോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു റീം. ലോകമെമ്പാടുമുള്ള 1 ബില്യണിലധികം ആളുകളിലേക്കാണ് ഇതിന്റെ ഫലം എത്തിച്ചേർന്നത്. ഗസയ്ക്ക് മാത്രമായി 9.4 ബില്യൺ ദിർഹത്തിലധികം മൂല്യങ്ങൾ സഹായങ്ങളായി എത്തിക്കാൻ സാധിച്ചു. ദുബൈയിൽ മാത്രമായി 80-ലധികം അന്താരാഷ്ട്ര മാനുഷിക സംഘടനകൾ ഉണ്ടെന്നും കൂടുതൽ സഹായങ്ങൾ UAE തുടരുമെന്നും അവർ വ്യക്തമാക്കി. കണ്ണൂരിലെ ഒരു പെൺകൂട്ടായ്മ 101 പുസ്തകങ്ങൾ പുറത്തിറക്കി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമാവുകയാണ്. ഇരിട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പെണ്ണില്ലം എന്ന സംഘം ഇത് 2ാം തവണയാണ് ഷാർജ പുസ്തകമേളയിലെത്തുന്നത്. കഴിഞ്ഞ വർഷം പുസ്തകങ്ങൾ പൂർണ്ണമായും പെൺരചനകളായിരുന്നുവെങ്കിൽ ഇത്തവണ പുരുഷന്മാർക്ക് ഇവർ നേരിയൊരു സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 67 പുസ്തകങ്ങളുമായി എത്തിയ പെൺകൂട്ടായ്മ പെണ്ണില്ലം ഇപ്രാവശ്യം 101 പുസ്തകങ്ങളുമായിട്ടാണ് ഷാർജ പുസ്തകമേളയിൽ എത്തുന്നത്. മറ്റൊരു വ്യത്യാസമുള്ളത് സ്വന്തം സ്റ്റാളോട് കൂടിയിട്ടാണ് ഈ കൂട്ടായ്മ ഇത്തവണ ഷാർജയിൽ വായനക്കാരെ തേടുന്നത്. എത്ര പുസ്തകങ്ങൾ? അതെല്ലാം വനിതകൾ എഴുതിയതാണോ?
കഴിഞ്ഞ വർഷം 62 പുസ്തകങ്ങൾ നമ്മൾ പ്രകാശനം ചെയ്തത് മുഴുവൻ സ്ത്രീകളുടേതായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളതൊരു വാശിയോടുകൂടി അത് 101 എത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അപ്പോൾ പുരുഷന്മാരെല്ലാം കൂടെ കുറച്ച് വിഷമം പറഞ്ഞ് ഞങ്ങളെ കൂടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു 5 പേരുടെ പുസ്തകം കൂടെ എടുത്തിട്ടുണ്ട്. ഒരു പുരുഷ സംവരണം. അപ്പോൾ 96 സ്ത്രീകളും 5 പുരുഷന്മാരും അടക്കം 101 പേരാണ് ഞങ്ങൾ ഇപ്രാവശ്യം കൊണ്ട്. എല്ലാ പുസ്തകങ്ങളും ഒരുമിച്ചാണോ പ്രകാശനം? എങ്ങനെയാണ് അതിന്റെ പരിപാടികൾ? 101 പുസ്തകങ്ങളിലെ ഒരു വേദിയിൽ 101 പേരെയും കയറ്റാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് 10 പേര് വീതം ഓരോ പാക്കേജ് ആയിട്ട് ഞങ്ങൾ ഓരോരുത്തർക്ക് പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് 10 പേരുടെ പുസ്തകം ഒരു സെറ്റ്, അതിലൊന്ന് മേഡമായിരിക്കും. ഇപ്രാവശ്യം KP സുധീരയും പെണ്ണിലത്തിന്റെ ഭാഗമാണ്. ഏത് പുസ്തകമാണ് പെണ്ണിലത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കുന്നത്? ഇപ്രാവശ്യം പ്രണയ വൈഡൂര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ്. അപ്പോൾ ആ പുസ്തകം പിന്നെ രാജി മാഡത്തിന് കൊടുത്ത്, രാജി അരവിന്ദ് എന്ന് പറഞ്ഞ ഇല്ലത്തമ്മ എന്നാ പറയാ മാഡത്തിനെ കൊണ്ട്. അത്രയും പിന്നെ ഒരു പെൺസിംഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയും ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാനുള്ളൊരു കരുത്തുള്ള സ്ത്രീയാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഒരു സ്റ്റാൾ ഇടാനുള്ള ചങ്കൂറ്റം, ഒറ്റയ്ക്ക് 2 പെൺകുട്ടികളെ കൂടെ കൂട്ടിയിട്ട് വന്നത് അവരെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം അവരുടെ മനസ്ഥൈര്യമാണ്. അവർ വിൽ പവറുണ്ട്, എന്തും ചെയ്യാൻ. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു സ്ത്രീ സ്വത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട്, അതിൻ്റെ ഒരു ശക്തിയുടെ കരുത്തിൻ്റെ പ്രതീകമായിട്ടാണ് പെണ്ണിലുള്ളത്. അതുകൊണ്ട് എന്നും ഞാൻ പെണ്ണിലത്തിൻ്റെ കൂടെ ഉണ്ടാവും, സ്ത്രീകളുടെ കരുത്തിൻ്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും. എൻ്റെ പേര് ജയലക്ഷ്മി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികൾ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. അവധിയെടുത്താണ് ഇതിന് വന്നത്. കഴിഞ്ഞ വർഷവും എൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു. ഈ വർഷം എൻ്റെ 3 പുസ്തകമാണ് വരുന്നത്. ഒന്ന് കവിതാ സമാഹാരം ദ്രോണപുഷ്പി, ഒന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരു ബാലകൃതി ടൈം മെഷീൻ, മൂന്നാമതൊരു ചെറുകഥാ സമാഹാരം മൗനം വാചാലം. സന്തോഷം. KP സുധീര മാമിൻ്റെ പ്രണയവൈഡൂര്യങ്ങളുടെ ചിത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഇതിലെ ഒട്ടുമുക്ക പുസ്തകങ്ങളിൽ എൻ്റെ ചിത്രങ്ങളുണ്ട്. ഒരു ചിത്രകാരി കൂടിയാണ്. നിരവധി ചിത്ര പ്രദർശനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ 101 പേര് ഇവിടെ എത്തുമോ? ഇല്ല, നമ്മളിവിടെ 35 പേരാണ് വരാനുള്ളത്. നമ്മൾ 3 പേര് നേരത്തെ എത്തി, ബാക്കി ഒരു 33 പേരോട് വരാനുണ്ട്. പിന്നെ അവർ 9-ാം തീയതി വരും. എൻ്റെ 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് വന്നിട്ടുണ്ട്, ഒന്ന് എൻ്റെ ഇത് പുസ്തകം മണിയാറ് മുതൽ മിട്ടി നദി വരെ. മിട്ടി മീൻസ് മുംബൈയിലെ നദിയാണ് കേട്ടോ. ഏതായാലും ഷാർജ പുസ്തകമേള എങ്ങനെ ഈ പുസ്തകങ്ങളുടെ ലോകത്തിന് കരുത്താകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ പെണ്ണിലം. കാരണം കഴിഞ്ഞ വർഷം 64 പുസ്തകങ്ങൾ, ഈ വർഷം 101 പുസ്തകങ്ങളുമായി സ്വന്തം സ്റ്റാളുമായി എത്തിയിരിക്കുന്നു. അക്ഷയ് പേരാവൂരിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ. ഷാർജ പുസ്തകമേളയിൽ പലപ്പോഴായി കണ്ടുമുട്ടിയ വ്യത്യസ്തരായ മനുഷ്യരെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകന്റെ രചനയും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. അക്ഷരക്കടലിലെ വേലിയേറ്റം എന്ന പേരിൽ ശ്രീജേഷ് ശാരദ ശ്രീകണ്ഠൻ നായരാണ് പുസ്തകം പുറത്തിറക്കിയത്. 128 വ്യക്തികളുടെ അഭിമുഖമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. എൻ്റെ പുസ്തകത്തിൻ്റെ പേര് അക്ഷരക്കടലിലെ വേലിയേറ്റം. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇതിപ്പോൾ 7ാമത്തെ വർഷമാണ് ഞാൻ വരുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. ഇതുവരെയുള്ള എൻ്റെ അനുഭവങ്ങളെല്ലാം ചേർത്ത് ഷാർജ പുസ്തകോത്സവത്തിൽ തന്നെ സമഗ്രമായിട്ട് എഴുതുന്ന ഒരു പുസ്തകമാണിത്. ഇതിൽ എഴുത്തുകാർ മാത്രമല്ല, വായനക്കാരുണ്ട്, പ്രസാധകരുണ്ട്. എന്തിന് ചായ കൊടുത്ത ഒരാൾ പോലും ഉണ്ട്. ആർക്ക് ചായ കൊടുത്തത്? ഷെയ്ഖിന് ചായ കൊടുത്തൊരു കഥ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മൾ കണ്ണ് തുറന്ന് കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് കാണാതെ അറിയാതെയും തിരിച്ചറിയാതെയും പോകുന്ന ഒത്തിരി ആൾക്കാരിൽ എന്നെക്കൊണ്ട് കാണാൻ പറ്റുന്ന, ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള, തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമുള്ള പ്രതിപാദിക്കുന്ന പുസ്തകമാണിത്. 128 ആൾക്കാരുടെ ഇൻ്റർവ്യൂ ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഷാർജ പുസ്തകമേളയുടെ ചരിത്രം, അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. 198 പേജുണ്ട് ഈ എൻ്റെ പുസ്തകത്തിന്. ലിബി പബ്ലിക്കേഷൻസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ 2024 നവംബറിൽ ആരംഭിച്ച പ്രവർത്തനമാണ് ഇന്ന് അക്ഷരക്കടലിലെ വേലിയേറ്റമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം പുസ്തകരചനയിൽ സജീവമായ എഴുത്തുകാരിയാണ് തിരുവനന്തപുരം സ്വദേശിയായ രണിത കെ. 8 പുസ്തകങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ എഴുത്തുകാരി. അവയിൽ 2 രചനകൾ പ്രകാശനം ചെയ്യാനാണ് രണിത നാട്ടിൽ നിന്ന് ഷാർജ പുസ്തകോത്സവത്തിലെത്തിയത്. എൻ്റെ പേര് രണിത കെ. നാട്ടിലെ തിരുവനന്തപുരത്ത് പട്ടത്ത് താമസിക്കുന്നു.
ഞാൻ 13 വർഷം ലെക്ചറായിരുന്നു. 4 പുസ്തകം കഴിഞ്ഞു. 4ാമത്തെ പുസ്തകമാണ് ഇവിടെ റിലീസ് ചെയ്യുന്നത്. ഒമാനിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും പണവും സ്വർണവും കയ്യിൽ കരുതുന്നതിൽ യാത്രക്കാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പുതുക്കിയിട്ടുണ്ട് കസ്റ്റംസ് അതോറിറ്റി. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും ആര്യ ഗോവിന്ദ്. നന്ദി ധന്യ. ഒമാനിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വേണ്ടി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളുമായി വന്നിരിക്കുകയാണ് ഒമാൻ കസ്റ്റംസ് അതോറിറ്റി. നമുക്ക് ആ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒമാനിലേക്ക് യാത്രാ ഗേറ്റ്. കസ്റ്റംസ് ഡിക്ലറേഷൻ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. 6000 ഒമാനി റിയാൽ വരുന്ന പണം, ആ 6000 ഒമാനി റിയാൽ വരുന്ന പണം, അതുപോലെ അതിന് തുല്യമായിട്ടുള്ള ചെക്കുകൾ, സെക്യൂരിറ്റികൾ, ഓഹരികൾ, പേയ്മെന്റ് ഓർഡറുകൾ, അമൂല്യ ലോഹങ്ങൾ, സ്വർണം, വജ്രം, അമൂല്യ കല്ലുകൾ, മറ്റ് 6000 റിയാലിന് തുല്യമായ മറ്റ് കറൻസികൾ എന്നിവയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും കസ്റ്റംസ് ഡിക്ലറേഷൻ നടത്തണം. ഇനി കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയ വസ്തുക്കളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീഡിയോ ക്യാമറ, സംഗീതോപകരണങ്ങൾ, മൊബൈൽ ഫോണുകൾ, ടിവിയും റിസീവറും, ബേബി സ്ട്രോളറുകൾ, ഭിന്നശേഷിക്കാരുടെ കസേരകളും സ്ട്രോളറുകളും, കമ്പ്യൂട്ടർ, മൊബൈൽ പ്രിന്ററുകൾ, തുണികൾ, ആഭരണങ്ങൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, മരുന്നുകൾ എല്ലാം കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയ വസ്തുക്കളാണ്. ഇതെല്ലാം വ്യക്തിഗത ഉപയോഗത്തിനുള്ളവയാണെങ്കിൽ. ഇനി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുമതി വാങ്ങി നമ്മൾ കൊണ്ടുപോകുന്ന വസ്തുക്കളെ കുറിച്ചാണ് ഇനി പറയുന്നത്. മരുന്നുകൾ, ഡ്രഗ്, മെഡിക്കൽ മെഷീനുകൾ, ജീവനുള്ള മൃഗങ്ങൾ, സസ്യങ്ങൾ, വളങ്ങൾ, കീടനാശിനികൾ, പ്രസിദ്ധീകരണങ്ങൾ, മാധ്യമ വസ്തുക്കൾ, AMG ട്രാൻസ്മിറ്ററുകൾ, ഡ്രോണുകൾ പോലുള്ള വയർലെസ് ഉപകരണങ്ങൾ, സൗന്ദര്യവർദ്ധക വ്യക്തിഗത സംരക്ഷണത്തിനുള്ള വസ്തുക്കൾ എന്നിവയ്ക്കെല്ലാം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും തീർച്ചയായും അനുമതി വാങ്ങിയിരിക്കണം. കയറ്റുമതിയും ഇറക്കുമതിയും നിരോധിച്ച വസ്തുക്കളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങൾ, ലഹരി വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങളുടെ മാതൃകയിലുള്ള കളിപ്പാട്ടങ്ങൾ, സൈനിക യൂണിഫോമിന് സമാനമായ വസ്ത്രം, ആനക്കൊമ്പ് എന്നിവ നമുക്ക് യാതൊരു തരത്തിലും കയറ്റുമതി ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ സാധിക്കുന്നതല്ല. നിയമം ലംഘിച്ചാൽ കനത്ത പിഴയുമായാണ് ഒമാൻ കസ്റ്റംസ് അതോറിറ്റി വന്നിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമപ്രകാരം യാത്രക്കാർ വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ 3 വർഷം വരെ തടവും 10,000 റിയാലിൽ കൂടാത്ത പിഴയും തീർച്ചയായും നിയമം തെറ്റിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. ധന്യ. ാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഖത്തർ ബോട്ട് ഷോയ്ക്ക് ദോഹയിൽ വെടിക്കെട്ടോടെ തുടക്കമായി. ഷോയുടെ 2ാം പതിപ്പിനാണ് ഓൾഡ് ദോഹ പോർട്ടിൽ തുടക്കമായത്. ഉദ്ഘാടന ദിവസം ലേസർ ഷോയും വെടിക്കെട്ടും അരങ്ങേറി. 25 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 70ഓളം ബോട്ടുകൾ ഇത്തവണ പ്രദർശനത്തിനുണ്ട്. 500-ലേറെ ബ്രാൻഡുകളും പങ്കെടുക്കുന്നുണ്ട്. മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ ഒമാനിലെ 1ാം ഘട്ട പുരസ്കാര ചടങ്ങ് ശനിയാഴ്ച നടക്കും. സലാലയിലെ ലുബാൻ പാലസ് ഹാളിൽ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ ഒമാനിലെ 2ാം ഘട്ടം നവംബർ 15-ന് മസ്കറ്റ് റുസൈലിലെ മിഡിൽ ഈസ്റ്റ് കോളേജിലാണ്. GCCയിലെ വിദ്യാർത്ഥികളുടെ പഠന മികവിനെ ആദരിക്കുന്ന മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ ഒമാനിലെ 1ാം ഘട്ടം നവംബർ 8-ന് സലാലയിലാണ് നടക്കുന്നത്. സലാലയിലെ പുരസ്കാര ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ശനിയാഴ്ച ലുബാൻ പാലസ് ഹാളിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ മീഡിയ വണ്ണിന്റെ ആദരം ഏറ്റുവാങ്ങും. മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ 3ാം എഡിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം UAEയിൽ 2 ദിവസം നീണ്ടുന്ന വിപുലമായ പരിപാടിയോടെ 2000-ലധികം വിദ്യാർത്ഥികളും 4000-ലധികം രക്ഷിതാക്കളും 500-ലധികം അധ്യാപകരും അടങ്ങുന്ന വലിയ പരിപാടി നടന്നതിന് ശേഷം അതിൻ്റെ 2ാം ഘട്ടം ഒമാനിലേക്ക് കടക്കുകയാണ്. സലാലയിലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന സമൂഹം ഈ പരിപാടിയെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ടീം രജിസ്റ്റർ ചെയ്യാത്തവർക്കുള്ള അവസരവും മീഡിയ വൺ അവിടെ തുറന്നിട്ടിട്ടുണ്ട്. ചടങ്ങിൽ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിലെ ഡീൻ ഡോക്ടർ നാസർ അൽ ഹമർ അൽ ഖദീരി മുഖ്യാതിഥിയായിരിക്കും. പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണൻ VS സുനിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും.
ബിർള സ്കൂൾ അസിസ്റ്റന്റ് പ്രിൻസിപ്പാൾ സെൽവിൻ സുഭാഷ്, ഡോക്ടർ കെ സനാതനൻ, രാകേഷ് കുമാർ ജ എന്നിവരും സംബന്ധിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ സേവനങ്ങളെ മുൻനിർത്തി റസൽ മുഹമ്മദിനെ ചടങ്ങിൽ ആദരിക്കും. മീഡിയ വൺ ജനറൽ മാനേജർ സവാബ് അലി, മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് MCA നാസർ എന്നിവരും പങ്കെടുക്കുമെന്ന് ജനറൽ കൺവീനർ KS സലാഹുദ്ദീൻ പറഞ്ഞു. ഒമാനിലെ 2ാം ഘട്ട അവാർഡ് വിതരണം നവംബർ 15 മസ്കത്ത് റുസൈലിലെ മിഡിൽ ഈസ്റ്റ് കോളേജിലാണ് നടക്കുന്നത്. മീഡിയ വൺ, മസ്കത്ത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദ കേന്ദ്രങ്ങളിലൊന്നായി മാറുകയാണ് റിയാദ് സീസൺ. ഒക്ടോബർ 10 ആരംഭിച്ച ഈ വിനോദോത്സവം 1 മാസം തികയും മുമ്പേ 2 ദശലക്ഷത്തിലധികം സന്ദർശകരെ ആകർഷിച്ച് ചരിത്രം കുറിച്ചു. സൗദിയിലെ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഈ സീസണിന്റെ തുടക്കം മുതൽ തന്നെ കിങ്സ് കപ്പ്, മെന ടൂർണമെന്റ്, പവർ സ്ലാബ് 17 പോലുള്ള ലോകോത്തര കായിക വിനോദ മത്സരങ്ങൾക്ക് റിയാദ് വേദിയായി. കൂടാതെ അൽ സുവൈദി പാർക്ക്, ദി ഗ്രോസ് തുടങ്ങിയ ആകർഷകമായ മേഖലകളും അന അറേബ്യ ജ്വല്ലറി സലൂൺ പോലുള്ള പ്രധാന അന്താരാഷ്ട്ര എക്സിബിഷനുകളും ഈ വിനോദ മാമാങ്കത്തിന് മാറ്റുകൂട്ടി. UN ടൂറിസം ഓർഗനൈസേഷൻ ജനറൽ അസംബ്ലിയിൽ ഒമാൻ പങ്കെടുക്കും. നാളെ മുതൽ ഈ മാസം 11 വരെ റിയാദിലാണ് 26ാമത് അസംബ്ലി. പൈതൃക ടൂറിസം മന്ത്രി സാലിം അൽ മറൂഖിയാണ് ഒമാൻ പ്രതിനിധി സംഘത്തെ നയിക്കുക. ആഗോള ടൂറിസത്തിലെ AI സാധ്യതകൾ ജനറൽ അസംബ്ലി ചർച്ച ചെയ്യും. AI പവേർഡ് ടൂറിസം ഭാവി പുനർനിർവചിക്കൽ എന്നതാണ് വിഷയം. UN ടൂറിസം ഓർഗനൈസേഷന്റെ പുതിയ സെക്രട്ടറി ജനറലിനെ സെഷനിൽ തെരഞ്ഞെടുക്കും. ലോകത്തിലെ ആദ്യ വനിതാ ഒട്ടകയോട്ട മത്സരമായ C1 ചാമ്പ്യൻഷിപ്പിന്റെ 5ാം പതിപ്പിനൊരുങ്ങി അൽ മമൂം ഒട്ടകയോട്ട ട്രാക്ക്. ശനിയാഴ്ച ആരംഭിക്കുന്ന മത്സരത്തിൽ 12 രാജ്യങ്ങളിൽ നിന്നുള്ള വനിതകൾ പങ്കെടുക്കും. ഇത്തവണ പുരുഷന്മാർക്കും അവസരമൊരുക്കിയാണ് മത്സരം. കൂടാതെ വനിതാ വിഭാഗത്തിൽ 2000 മീറ്റർ ഓട്ടവും അധികമായി ഉൾപ്പെടുത്തും. ഇനി അർജന്റീനയ്ക്ക് വേണ്ടി ബൂട്ട് കെട്ടുന്ന മലയാളികളടക്കമുള്ള കുറച്ച് കുട്ടികളുടെ കഥ കാണാം. ഖത്തറിൽ നടക്കുന്ന അണ്ടർ-17 ലോക ഫുട്ബോളിന്റെ ഫാൻ സോണിലാണ് കുട്ടികൾ അർജന്റീനയ്ക്കായി കളിക്കാനൊരുങ്ങുന്നത്. അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അർജന്റീന കേരളത്തിൽ കളിക്കുമോ കളിക്കില്ലേ എന്നുള്ളൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് അർജന്റീനയ്ക്ക് വേണ്ടി അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോളിൽ പന്ത് തട്ടുന്ന കുറച്ച് കുട്ടികളുണ്ട്. അതും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. ബ്ലാസ്റ്റേഴ്സ് അക്കാഡമിക്കിലെ കുട്ടികൾക്കാണ് ഈ ലോകകപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഫാൻ സോണിൽ അർജന്റീന നാഷണൽ ടീമിനെ പ്രതിനിധീകരിച്ച് കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കൂടെയുള്ളത്. കോച്ചുണ്ട് കൂടെ. എന്താണ് ഈ ഒരു ഫോർമാറ്റ്? ഇത് എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ? ഓൾ വെരി എക്സൈറ്റഡ് ഗെറ്റിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ബേസിക്കലി 2014 ബാച്ചാണ്. ഇവിടെ ഇപ്പം 2 ഇയേഴ്സായി നമ്മുടെ കൂടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. റെപ്രസെൻറ്റിങ് വേൾഡ് ചാമ്പ്യൻസ്. ഓക്കെ, സോ ഹോപ്പ് ദേ വിൽ ഡു റിയലി വെൽ. ആൻഡ് ഇറ്റ്സ് എ ഫോർമേഷൻ 4v4 they are playing. That is quite different for us. We used to play in 9-8 in leagues and all. So hope they can make Argentina proud. ഓരോ ടീമിനും അങ്ങനെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതെ, ഓരോ ടീമിനും റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് അർജന്റീനയും പിന്നെ അതേപോലെ വേറൊരു കൺട്രീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പം സെയിം എങ്ങനെയാണോ ആ ഒരു അണ്ടർ-17 വേൾഡ് കപ്പ് നടക്കണേ, അതേ ആ ഒരു ടൈമിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് സെയിം ഏത് കൺട്രീൻ്റെ മാച്ചാണോ വരുന്നത് അതിൻ്റെ കളി തൊട്ട് മുന്നേ ഒരു ഫാൻ സോണിൽ നടക്കും. അർജന്റീന തന്നെ ടീമിന് വേണ്ടി പ്രതിനിധീകരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, പിള്ളേരായാലും പാരൻസ് ആയാലും. നമ്മുടെ കുട്ടികളെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. ഒന്നാമത് അർജന്റീനയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം കിട്ടിയതും അവരുടെ അടുത്ത് കാണാം. അവർ ട്രെയിനിങ് സെഷൻസിലും എല്ലാം ആ ഒരു രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. ഐ ഫീൽ വെരി ഹാപ്പി. അർജന്റീന കളിക്കുന്ന പ്രൗഡാ. ஃபேவரட் டீமா அர்ஜென்டினா. நான் ரொம்ப ஹாப்பியாக இருக்கேன். எனக்கு இங்கே வேணவே தெரியல சொல்கிறதுக்கு. I don't know what to say. I just feel marvelous. I feel really good representing Argentina. And I can't wait to play against everyone else. And yeah, I feel happy, very happy. ഇത് നമുക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇത് കാണുന്നത്. നമ്മുടെ പിള്ളേർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിന് നമ്മൾ ഇപ്പോൾ യങ് ബ്ലാസ്റ്റേഴ്സ് ഖത്തറിന് അവർ നമുക്കിതിന് ഒരുക്കി തരുന്ന ഒരു നന്ദി അറിയിക്കുകയാണ്.
അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ ആവേശം ഖത്തറിൽ അലയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫാൻ സോണിൽ അർജന്റീനയ്ക്ക് വേണ്ടി വോട്ട് ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുട്ടികളുണ്ടാവും അല്ലേ? ഓക്കെ അല്ലേ? ദോഹയിൽ നിന്ന് അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. കമ്പനികളുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഉൾപ്പെടെ ഫിനാൻസ് റിപ്പോർട്ട് രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള സെക്യൂർടാഗ് ഗ്ലോബലിന്റെ പുതിയ ഓഫീസ് ഒമാനിൽ പ്രവർത്തനം ആരംഭിച്ചു. സെക്യൂർടാഗിന്റെ ഒമാനിലെ 9ാമത്തെ ബ്രാഞ്ചാണ് മസ്കറ്റിലെ ഗാല ഹൈറ്റ്സിൽ തുറന്നത്. ആഗോളതലത്തിൽ 18 ബ്രാഞ്ചുകളാണ് സെക്യൂർടാഗിനുള്ളത്. കമ്പനികളുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഉൾപ്പെടെ ഫിനാൻസ് റിപ്പോർട്ട് രംഗത്ത് 13 വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള സെക്യൂർടാഗിന്റെ GCCയിലെ 16ാമത്തെ ബ്രാഞ്ചാണ് ഗാല ഹൈറ്റ്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. സോഹാർ, സലാല, മസ്കത്ത് തുടങ്ങി ഒമാനിലുടനീളം 9ഓളം ബ്രാഞ്ചുകൾ സെക്യൂർടാഗിനുണ്ട്. ഗാലയിലെ പുതിയ ഓഫീസ് മസൂൺ കോളേജ് ഡീൻ ഡോക്ടർ ദാവൂദ് സുലൈമാൻ അൽ ബുസൈദിയാണ് ഉദ്ഘാടനം ചെയ്തത്. First of all, welcome to open the new office for the 9th office by SecureTag name Namar International. Welcome anytime for opening this office and another offices. We are working and doing the services for auditing and taxation. ഒമാൻ ടാക്സ് അതോറിറ്റി, ഒമാൻ ബാങ്കുകൾ ഉൾപ്പെടെ ഫിനാൻസ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, ഇന്റേണൽ ഓഡിറ്റ് തുടങ്ങിയ സേവനങ്ങളുമായി ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സെക്യൂർടാഗ് ഗ്ലോബലിന് ആഗോളതലത്തിൽ 18 ബ്രാഞ്ചുകളുണ്ട്. ടാക്സേഷൻ മേഖല എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, സിംപ്ലിഫൈഡ് റിട്ടേൺസ്, ഇത് കൂടാതെ ഇൻറ്റേർണൽ ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി, അതുപോലെ തന്നെ നമുക്ക് കമ്പനി റീസ്ട്രക്ചറിങ്, ഇൻറ്റേർണൽ കൺട്രോൾസ് തുടങ്ങി അക്കൗണ്ട്സിൻ്റെ സമഗ്ര മേഖലയും സെക്യൂർടാഗ് കവർ ചെയ്യുന്നുണ്ട്. സെക്യൂർ ഫിൻ അക്കാദമി എന്ന പേരിൽ BCom, ACCA, CMA എന്നിവ കഴിഞ്ഞവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് നൽകുന്ന അക്കാദമി നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അക്കാദമിയുടെ പ്രവർത്തനം GCCയിലേക്കും വ്യാപിപ്പിക്കുമെന്ന് സെക്യൂർടാഗ് മാനേജ്മെന്റ് പറഞ്ഞു. മക്ക ഹൈപ്പർ മാർക്കറ്റ് MD മമ്മൂട്ടി, മസ്കത്ത് KMCC ജനറൽ സെക്രട്ടറി റഹീം വറ്റല്ലൂർ, സലാല KMCC ചെയർമാൻ നാസർ പെരിങ്ങത്തൂർ, YMC ഗ്രൂപ്പ് MD യഹിയ സാലി അബ്ദുല്ല അൽ ബുസൈദി തുടങ്ങി ഒമാനിലെ ഇന്ത്യൻ ബിസിനസ് മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1, മസ്കത്ത്. ഷാർജയിലെ ഒരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടാം. പലർക്കും പ്രിയപ്പെട്ട ഈ സ്ഥലം എന്നും തുറക്കാറില്ല. ഷാർജ എക്സ്പോ സെന്ററിൽ വലിയ മേളകൾ നടക്കുമ്പോൾ മാത്രം സജീവമാകുന്ന ഈ ഇടം ബുക്ക് ഫെയർ നടക്കുമ്പോൾ ഇത്തവണ കൂടുതൽ മനോഹരമാണ്. ഷാർജയിലെ ഒരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തി തരാം. ഷാർജ എക്സ്പോ സെന്ററിന് മുന്നിലെ, അൽത്തവാനിലെ ഷാർജ എക്സ്പോ സെന്ററിന് മുന്നിലെ ഒരു മനോഹരമായ ഫുഡ് സ്പോട്ടാണ്. ഈ ഒരു ആംബിയൻസിന് ആക്ച്വലി പുറത്ത് വന്ന് ഒരു ഔട്ട്ഡോർ വന്നിരുന്ന് ഫാമിലിയോടൊപ്പം ആ മനോഹരമായ ഫുഡ് കഴിക്കാൻ, രുചിയുള്ള ഫുഡ് കഴിക്കാനുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലേസിനെ കാണാം. പക്ഷേ ഇപ്പോൾ നിലവിൽ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്തരം ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ പോലെയുള്ള ഇത്തരം ഇവൻറ്റുകൾ നടക്കുമ്പോൾ മാത്രം ഓപ്പൺ ആവുന്ന ഒരു ഏരിയ ആണിത്. ഒരുപാട് ഫുഡ് ട്രക്കുകളും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസും ഒക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു സ്റ്റേജ് ഉണ്ട്. ഈ നൈറ്റ് സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ ഈ സ്റ്റേജിൽ പെർഫോമൻസുകൾ ഉണ്ടാവും. അത് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഈ ഒരു പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കുറച്ചും കൂടി മനോഹരമായൊരു പ്ലേസ് ആണിത്. പക്ഷേ ഇഷ്ടപ്പെടാത്തവർക്ക്, ഇനി പുസ്തകങ്ങൾ വായിക്കാത്തവർക്ക് പോലും ആ വൈകുന്നേരങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഈ ഒരു ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് പോവാം. ഷാർജ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഷാർജ എക്സ്പോ സെൻറ്ററിന് മുന്നിൽ തന്നെയാണ്. ഈ പറയുന്ന നമുക്ക് ലൊക്കേഷനായിട്ട് വേണമെങ്കിൽ ആ ഫ്ലാഗ് പോയിന്റ് വെക്കാം. ആ ഫ്ലാഗ് പോയിന്റിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് സ്പോട്ട് ഉള്ളത്. നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകളോട് തന്നെ ഇതിൻ്റെ കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് ഒരു സ്ഥലം? അടിപൊളിയല്ലേ? ബുക്ക് ഫെയറിൽ നമ്മൾ 3 പേര് എഴുത്തുകാരാണ്. അപ്പോൾ നമ്മുടെ ബുക്ക് ഉണ്ട് ഇവിടെ. അപ്പം നമ്മളിവിടെ എപ്പോഴാണ് തുടങ്ങണമെന്ന് വെച്ചാൽ അപ്പോൾ തൊട്ട് വരും. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം അത്യാവശ്യമാണല്ലോ. കാരണം എല്ലാ നേരത്തെയും ഭക്ഷണം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഈ അറ്റ്മോസ്ഫിയർ നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ ഈ തണുപ്പ് തുടങ്ങണമായിരുന്നു. നവംബറിലാണല്ലോ ഇന്നും ബുക്ക് ഫെയർ. ഇപ്പോൾ ഒരു തിരിച്ച് തണുപ്പ് തുടങ്ങി, പുറത്ത് വന്നിരിക്കാനാണ് രസം. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ്. നല്ല അടിപൊളി. എല്ലാ ഫ്രഷ് ആയിട്ടുള്ള ഫുഡുകൾ കിട്ടാനും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കിട്ടാനും പറ്റിയൊരു സ്ഥലമാണ്. ശരിക്കും അതൊരു പാർക്കിൽ പോയി ഇരുന്ന്, അല്ലെങ്കിൽ ഇവിടെ ലാസ്റ്റ് എക്സ് എന്നൊരു സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണ്? ഫുഡ് അടിപൊളി ഫുഡാണ്. നല്ലൊരു വൈബ് ഏരിയ ആണ്. ഇത്തിരി വെറൈറ്റി, അച്ഛൻ പറഞ്ഞ പോലെ ഇത്തിരി വെറൈറ്റി ഫുഡ്സ് ഒക്കെ കിട്ടും. ഫ്രൈസ്, ബർഗേഴ്സ്, അതൊക്കെ ഇത്തിരി സ്റ്റാൻഡേർഡ്, നല്ല ഇത്തിരി
ഒരു ലക്ഷറി എന്നാൽ അത്ര ലക്ഷറി അല്ലാത്തൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഇത് കിട്ടും. ഈ ആംബിയൻസ് സെറ്റല്ലേ, കണ്ടില്ലേ? നല്ല ലൈറ്റ്, രാത്രി ആകുമ്പോൾ കൂടുതലൊരു ഭംഗി വരും. അപ്പോൾ പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് കുറച്ചൊരു ബോറടിച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുക, അങ്ങനത്തെ ഒരു സെറ്റ് സ്ഥലം. ഞാൻ ഒമാനിൽ നിന്നാണ് പുസ്തകമേളയിലേക്ക് വന്നത്. വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് വളരെ ആസ്വാദകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഫുഡ് സ്പോട്ട്. എനിക്ക് തോന്നുന്നു ഇവിടത്തേക്ക് മാത്രമായിട്ട് വേണമെങ്കിലും ജനങ്ങൾക്ക് വരാം. Palestine. So how is the food spot? Well, I find the food spot is now attractive more than before. Before there was like only 2 food cars here. Now there is more, and the lights, the place, you put also grass, trees all around the place. It became more attractive to people to come. വായനയുടെ സുഖം മാത്രമല്ല, ഭക്ഷണത്തിന്റെ രുചി കൂടി ഇവിടെ വന്നാൽ ആസ്വദിക്കാൻ കഴിയും. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീനൊപ്പം അക്ഷയ് പെരാവോ, മീഡിയ വൺ. വ്യത്യസ്ത രുചിക്കൂട്ടുകളുമായി ഇന്ത്യൻ ബ്രീസ് റെസ്റ്റോറന്റിന്റെ പുതിയ ശാഖയ്ക്ക് റിയാദിൽ തുടക്കമായി. സംഗീത സംവിധായകൻ നിഹാൽ സാദിഖ് ചടങ്ങിൽ അതിഥിയായെത്തി. ഓൾഡ് ഗർജ് റോഡിലെ മൻസൂറയിലാണ് പുതിയ തുടക്കം. ബാംഗ്ലൂരിലായിരുന്നു ഇന്ത്യൻ ബ്രീസിന്റെ തുടക്കം. വ്യത്യസ്ത രുചികളും പുതിയ വിഭവങ്ങളുമായി ഇപ്പോൾ റിയാദിലും വേരുറപ്പിച്ചിരിക്കുകയാണ്. ഓൾഡ് കർച്ച് റോഡിലെ മൻസൂറയിലാണ് പുതിയ തുടക്കം. സ്പോൺസർ മഷാരി അൽ ഒത്തേബി, ബിസിനസ് ഹെഡ് ഷെർഷാദ് മുഹമ്മദ് അലിയും ഉമ്മയും സംഗീത സംവിധായകൻ നിഹാൽ സാദിഖ് തുടങ്ങിയവർ ചേർന്നായിരുന്നു ഉദ്ഘാടനം. ഇന്ത്യൻ ബ്രീസ് റെസ്റ്റോറൻറ്റ് ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങി ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും കോർപ്പറേഷൻ സഹകരണവും എല്ലാം ഇതിന് വേണം. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ ഓൾഡ് അൽഖറജ് റോഡിൽ മൻസൂറ എന്ന് പറയുന്ന സ്ഥലത്താണ്. തികച്ചും വ്യത്യസ്തമായ ഒരു മെനു നിങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ആ ഒരു ഗ്യാരണ്ടി എനിക്ക് എന്തായാലും തരാൻ വേണ്ടി പറ്റും. പാസ്ത, ഗ്രിൽ, ചൈനീസ്, അറബ്, കേരള വിഭവങ്ങൾ, കണ്ണൂർ, കാസർഗോഡ് സ്പെഷ്യൽ, വൈറ്റ് ബിരിയാണി, ജ്യൂസുകൾ തുടങ്ങിയവയുടെ വ്യത്യസ്ത രുചികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ബ്രീസ് റെസ്റ്റോറൻറ്റ് ഭാഗമായിട്ട് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സോ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് റിയാദിൽ. സൗദിയിൽ ഫസ്റ്റ് ടൈം കൂടിയാണ്. സോ ലൈക്ക് ഞാൻ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ചെറിയൊരു റെസ്റ്റോറൻറ്റ് ആണെന്നാണ് പറഞ്ഞു. ശരിയാണോ, ഇത്ര മാസീവ് റെസ്റ്റോറൻ്റ് ആയിരുന്നു എനിക്കറിയില്ലായിരുന്നു. And the ambience and everything is like so cool. So ഞാനിതിൻ്റെ ഭാഗം പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇൻഷാല്ലാ ഇത് എത്രയും ഭംഗിയാകും അത്രയും ഭംഗിയാവട്ടെ. വിശാലമായ ഡൈനിങ്, വിപുലമായ പാർക്കിംഗ്, ആഘോഷ പരിപാടികൾക്കായുള്ള പാർട്ടി ഹാൾ തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ റിൻഷാദ്, നിസാം, ഷാഹിദ്, ഉസ്മാൻ, മഹേഷ്, ജിജിത്, അഷ്റഫ് തുടങ്ങിയവരും പങ്കെടുത്തു. മീഡിയ വൺ, റിയാദ്. കുവൈത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ പദ്ധതിയായ അൽ മുത്തല സിറ്റിയിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്ഥാപിക്കാൻ തയ്യാറെടുക്കുന്നു. മുൻനിര റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സായ ബിയോട്ട് ഹോൾഡിംഗ് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ഈ പദ്ധതി. സൗത്ത് അൽ മുത്തല സിറ്റിയിലെ ബിയോട്ട് പ്ലസ് മാളിൽ 72,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഹൈപ്പർ മാർക്കറ്റ് നിർമ്മിക്കുന്നത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും ബിയോട്ട് ഹോൾഡിംഗ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അബ്ദുറഹ്മാൻ അൽ ഖാനായും തമ്മിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. കുവൈറ്റിന്റെ ലുലുവിന്റെ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് സഹകരണം. ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുകയാണ് ലക്ഷ്യമെന്ന് യൂസഫ് അലി വ്യക്തമാക്കി. 2027 മാർച്ചിനകം പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ് ക്രിസാലിസ് ഇന്റർനാഷണൽ അക്കാദമി എന്ന പേരിൽ പുതിയ സ്കൂളിന്റെ നിർമ്മാണം തുടങ്ങി. ദുബായ് ലാൻഡിലെ ലിവാനിലാണ് പുതിയ ബ്രിട്ടീഷ് സിലബസ് സ്കൂൾ ആരംഭിക്കുന്നത്. നാലപ്പാട് ഇൻവെസ്റ്റ്മെന്റ്സ്, MBK ഹോൾഡിംഗ്സ് എന്നിവയുടെ നേതൃത്വത്തിലെ 3ാമത്തെ വിദ്യാലയമാണിത്. TCOM CEO അബ്ദുല്ല ഖലീഫ ബൽഹൂലിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 2027 സെപ്റ്റംബറിൽ സ്കൂളിലേക്ക് പ്രവേശനം ആരംഭിക്കും. സെപ്റ്റംബറിന് അഡ്മിഷനാണ് നമ്മൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. കൺസ്ട്രക്ഷൻ ഇൻഷാല്ല ഒരു 14 മാസം കൊണ്ട് തീർക്കാനുള്ള പ്ലാനാണുള്ളത്. ഇവിടെ ലാൻഡ് ഏകദേശം ഒരു 2,55,000 സ്ക്വയർ ഫീറ്റ് ലാൻഡിൽ 3,25,000 സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഞങ്ങൾ 2 ഫാമിലീസ് ചെയ്യുന്ന 3ാമത്തെ സ്കൂൾ സംരംഭമാണ്. ആദ്യത്തേത് ക്രീഡൻസ് ഹൈസ്കൂൾ,
രണ്ടാമത് ക്രയോൺസ് നഴ്സറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒരു 4 to 5 months ഇൻഷാല്ലാ അത് കഴിയും. ഇത് മൂന്നാമത്തതാണ്. Very unique factor that school would have is the soul of the school is going to be very happy school, and we are looking at nurturing bold and young happy kids. That is the theme of it. So we don't want the school's just not about getting high marks and being academically strong. It has to be an academically strong school, but schooling is way beyond that. It should be a place where the kids enjoy coming every day. A good part of their life they spend in a school. So we contribute a lot to how their character is shaped when they go out as an adult to the universities. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. പ്രവാസ ലോകത്തെ സംഭാവനകൾക്കുള്ള മംഗളം സ്വാമിനാഥൻ പ്രവാസി ഭാരതി എക്സലൻസ് പുരസ്കാരം പമ്പാവാസൻ നായർക്ക് 1 ലക്ഷം രൂപയും ഫലകവും പുരസ്കാരം. ബഹ്റൈനിൽ വ്യാജ കമ്പനികളുടെ പേരിൽ വർക്ക് പെർമിറ്റ് സംഘടിപ്പിച്ച കേസിൽ 5 പ്രവാസികൾക്ക് ശിക്ഷ. 3 മാസം തടവ് കഴിഞ്ഞാൽ നാടുകടത്തും. 1.38 ലക്ഷം ദിനാർ പിഴ. സഹകരണ സംഘങ്ങളെ ഓട്ടോമേറ്റഡ് മോണിറ്ററിംഗ് സിസ്റ്റത്തിലേക്ക് ബന്ധിപ്പിച്ചെന്ന് കുവൈറ്റ് സാമൂഹ്യകാര്യ മന്ത്രാലയം. സാമ്പത്തിക നിയന്ത്രണവും സുതാര്യതയും ലക്ഷ്യം. കുവൈത്തിൽ പോലീസ് റേസിന്റെ ഭാഗമായി ശനിയാഴ്ച ഷെയ്ഖ് ജാബർ പാലം അടച്ചിടും. നടപടി പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ. ലൈസൻസ് ഇല്ലാത്ത ടൂറിസം സ്ഥാപനങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രൊമോഷൻ നൽകരുതെന്ന് മുന്നറിയിപ്പ്. ലൈസൻസ് ഇല്ലാത്തവയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രൊഫൈലുകൾ ശ്രദ്ധയിൽപ്പെട്ടെന്ന് ഹെറിറ്റേജ് ആൻഡ് ടൂറിസം മന്ത്രാലയം.